നമസ്കാരം, എന്റെ പേര് മേഘ. നമ്മൾ ഇന്ന് ജീവശാസ്ത്രത്തിലെ ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ സമൂഹത്തില്, അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്നത്തെ സമൂഹത്തില് ഏറ്റവും വലിയൊരു പ്രത്യേകത പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും പറയണ്ടാവുക? ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, അതെ, പ്രതികരണ ശേഷിയുള്ള സമൂഹമാണ് അല്ലെ. ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് എന്തിനെതിരെയും പ്രതികരിക്കാൻ, അത് നല്ല രീതിയിലായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അല്ലെ. ഇങ്ങനെ പ്രതികരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് എങ്ങനെ നമുക്ക് വരുന്നത്? നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആലോചിച്ച് ചെയ്യും അല്ലെങ്കിൽ ചിന്തിച്ച് ചെയ്യും എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു ശേഷി നമുക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയാണ് അല്ലെ. നമ്മുടെ മസ്തിഷ്കത്തില് ഓരോ മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തരികയാണ്. ഇങ്ങനെ ആക്ട് ചെയ്താൽ ഇവിടെ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ എൻകറേജ് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ. നമ്മുടെ ബ്രെയിൻ നമുക്ക് ഓരോ മെസ്സേജസ് തരുന്നുണ്ട്. അപ്പൊ ഞാനൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങൾ എല്ലാവരും രാവിലെ പൊതിച്ചു മൂടി കടന്നുറങ്ങാണ്. പെട്ടെന്ന് അമ്മ വന്നിട്ട് ആദ്യം എന്ത് ചെയ്യും? ഫാൻ ഓഫ് ആക്കും അല്ലെ. സ്വാഭാവികം, ഫാൻ ഓഫ് ആക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ജനലൊക്കെ തുറന്നിടുന്നു. അപ്പൊ നിങ്ങളുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യാണ്? പെട്ടെന്ന് വെളിച്ചങ്ങ് വരാണ്. അപ്പൊ നിങ്ങൾ കണ്ണിങ്ങനെ തുറന്നു അങ്ങനെ വെക്കുവോ? ഇല്ല അല്ലെ. പെട്ടെന്ന് കണ്ണിങ്ങനെ അടഞ്ഞു പോകും. എന്തിനാ അമ്മയെ ലൈറ്റ് ഇട്ടത് എന്നുള്ള തോന്നല് കണ്ണടച്ചു നിൽക്കും അല്ലെ. അപ്പൊ ഈ കണ്ണിലേക്ക് അധികം ലൈറ്റ് വരുമ്പോ കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കണ്ണ് പെട്ടെന്ന് എന്ത് ചെയ്യും? അടയ്ക്കും. അത് നമ്മുടെ എന്താണ്? ഒരു പ്രതികരണ പ്രവർത്തനമാണ് അല്ലെ. നമ്മുടെ കണ്ണില് ലൈറ്റ് വരുമ്പോ ലൈറ്റിനെ കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും പവറിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെതിരെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ കണ്ണിന് മെസ്സേജ് കൊടുക്കുകയാണ്. എന്ത്? കണ്ണിന്റെ മസിൽസിന് കുറച്ച് മെസ്സേജ് കൊടുക്കുകയാണ്, കണ്ണ് അടയ്ക്കണം എന്നുള്ള ആ ഒരു മെസ്സേജ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. എന്തെങ്കിലും പുറമേ നിന്നുള്ള സ്റ്റിമുലിക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നടന്നു പോണതിന്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് കാലിൽ കുത്തി. അങ്ങനെ കാല് കുത്തിയപ്പോ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാലിന് വലിക്കും അല്ലെ. അങ്ങനെ കാല് വലിക്കാണ്ട് നമ്മൾ അങ്ങനെ ആലോചിച്ച് നിൽക്കുവോ? ഇത് മുള്ളാൻ തോന്നുന്നു, ആ മുള്ളു കുത്തിയ കാല് വലിക്കാം, അങ്ങനെ ആലോചിച്ച് നിൽക്കുവോ? ഇല്ല അല്ലെ. പെട്ടെന്ന് എന്ത് ചെയ്യും? കാല് വലിക്കും. നമുക്ക് വേദനിച്ചപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്തു? കാലങ്ങ് വലിച്ചു. ഇങ്ങനെ ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടൈം ലാഗ് ഒന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പെട്ടെന്ന് നടക്കുന്ന ആകസ്മികമായിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് റിഫ്ലെക്സ് റിയാക്ഷൻസ് അല്ലെങ്കിൽ റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയും. എന്താ റിഫ്ലെക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് നമ്മുടെ ബോധപൂർവം അല്ലാണ്ട് നടക്കുന്ന, ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയാണ്. ആ നാഡീവ്യവസ്ഥയിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന മേജർ ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ആരൊക്കെ? ഒന്ന് മസ്തിഷ്കം, രണ്ടാമത്തെ സുഷുമ്ന. ഇവര് തന്നെയാണ് നമ്മുടെ റിഫ്ലെക്സ് പ്രവർത്തനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇനി ഈ റിഫ്ലെക്സ് പ്രവർത്തനത്തിൽ നമ്മൾ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആരെ നമ്മളോട് പറഞ്ഞു തരുന്നത്? ഒന്നില്ലെങ്കിൽ എന്താണ്? മസ്തിഷ്കത്തിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? സുഷുമ്നയിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആയിരിക്കും. ഈ വരുന്ന മെസ്സേജസ് എന്ന് പറയുന്ന ഈ വരുമ്പോ ഒരു വഴി ഉണ്ടാവുമല്ലോ അല്ലെ. വരാണെങ്കിൽ ഓരോ മെസ്സേജസിനും പോവാനും വരാനും ഒക്കെ ഒരു വഴി ഉണ്ടാവുമല്ലോ. അത് ആരിലൂടെയാണ് നടക്കുന്നത്? നാഡികളിലൂടെയാണ് നടക്കുന്നത് അല്ലെ. മെസ്സേജസ് വരുന്നതും പോകുന്നതൊക്കെ നാഡികളിലൂടെ ആവേഗങ്ങളുടെ രൂപത്തിലാണ് അല്ലെ, ഇലക്ട്രിക് സിഗ്നൽസിന്റെ രൂപത്തിലാണ്. ഇങ്ങനെ ഓരോ മെസ്സേജസും പോകുന്നതും വരുന്നതും ഒക്കെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു സഞ്ചാര പാതയുണ്ട്. റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ആ സന്ദേശങ്ങൾക്ക് ഒരു സഞ്ചാര പാതയുണ്ട്. ആ സഞ്ചാര പാതയെ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയും. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു സിറ്റുവേഷൻ പറയാണ്. ചൂടുള്ള ഒരു വസ്തുവിന് നമ്മൾ അറിയാണ്ട് കൈ തൊട്ടു. ചൂടുള്ള ഒരു വസ്തു അവിടെ ഇരിക്കുന്നുണ്ട്, ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അറിയാണ്ട് അത് കൂടെ പോയപ്പോൾ നമ്മുടെ കൈ ഒന്ന് തട്ടി. അവിടെ തട്ടിക്കോട്ടെ പൊള്ളിക്കോട്ടെ പറഞ്ഞ് നമ്മൾ കൈ വെക്കോ? ഇല്ല. കൈ പെട്ടെന്ന് എന്ത് ചെയ്യും? വലിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഈ കൈയിന്റെ മസിൽസ് അവിടെ പെട്ടെന്ന് ആക്ട് ചെയ്തു. ആ മസിൽസിനോട് ആരാ പറഞ്ഞ പെട്ടെന്ന് കൈ വലിക്കണം എന്ന്?
നമ്മുടെ സുഷുമ്ന എന്ന് പറഞ്ഞ മെസ്സേജസ് ആണ് അല്ലെ. അങ്ങനെ മെസ്സേജസ് വരും പോകുവാണെങ്കിൽ എന്ത് വേണം, ഒരു സഞ്ചാരപാത ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം നമുക്ക് ആരുണ്ട്, ഉദ്ദീപനം, അതായത് സ്റ്റിമുലേ. ഇവിടെ നമ്മൾ പറഞ്ഞ കേസിൽ ഉദ്ദീപനം എന്ന് പറയുന്നത് ആരാണ്, ഹീറ്റ് ആണ് അല്ലെങ്കിൽ ചൂടാണ് അല്ലെ. ചൂടുള്ള ഒരു വസ്തു അവിടെ ഉണ്ടായിരുന്നു, അതെന്താണ്, ഒരു ഉദ്ദീപനാണ്, സ്റ്റിമുലയാണ് അല്ലെ. പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രേരണയാണ് എന്ത്, ഉദ്ദീപനം എന്ന് പറയുന്നത്. ഇനി ഈ ഉദ്ദീപനത്തിനെ നമ്മൾ തൊട്ടപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായി, ചൂടുള്ളതാണെന്ന് മനസ്സിലായി. നമ്മൾ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ എന്താണ്, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള സ്കിൻ ഉണ്ട്. സ്കിന്നിൽ എന്തുണ്ട്, സ്പർശഗ്രാഹി കോശങ്ങളുണ്ട്. അപ്പൊ എവിടെയാണോ ടച്ച് വരുന്നത് അല്ലെങ്കിൽ സ്പർശനം വരുന്നത് അവിടെ എന്തുണ്ട്, ഗ്രാഹി കോശങ്ങളുണ്ട്. ഈ ഗ്രാഹി കോശങ്ങൾ എന്ത് ചെയ്യും, ഈ ഉദ്ദീപനത്തിനെ റിസീവ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, സന്ദേശ രൂപത്തിലാക്കുന്നു, ആവേഗങ്ങളുടെ രൂപത്തിലാക്കുന്നു. ഈ ഗ്രാഹി കോശങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ ആവേഗങ്ങളെ സംവേദനാഡിയിലേക്ക് അയക്കുന്നു. സംവേദനാഡി വഴി ഇത് സുഷുമ്നയിലെത്തുന്നു. സുഷുമ്നയിൽ എന്തുണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട്. ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യും, ഇന്റർ ന്യൂറോൺ എന്താ ചെയ്യാ, ഇന്റർ ന്യൂറോൺ സംവേദനാഡി വഴി വന്നിട്ടുള്ള ചൂടുള്ള വസ്തുവാണെന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിനനുസരിച്ചിട്ടുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ പ്രതികരണ നിർദ്ദേശങ്ങൾ എങ്ങോട്ട് എത്തുന്നു, പ്രേരക നാഡിയിലോട്ട് എത്തുന്നു. അതായത് തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് ഇൻഫർമേഷൻ വരണ്ടേ, ആ മെസ്സേജ് വരണ്ടേ. അപ്പൊ എന്ത് ചെയ്യുന്നു, പ്രേരക നാഡി വഴി എങ്ങോട്ട് എത്തുന്നു, ബന്ധപ്പെട്ട പേശിയിലേക്ക് എത്തുന്നു. ബന്ധപ്പെട്ട പേശി എന്ത് ചെയ്യുന്നു, എന്താണോ അവിടെ റിയാക്ഷൻ നടക്കേണ്ടത് ആ റിയാക്ഷൻ ചെയ്യുന്നു. അതാണ് പ്രതികരണം. എന്താണോ അവിടെ പ്രതികരണ പ്രവർത്തനം നടക്കേണ്ടത് ആ പ്രവർത്തനം അവിടെ നടക്കുന്നു. ഇത്രയാണ് എന്ത്, റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. റിഫ്ലെക്സ് ആക്ഷനില് ആവേഗങ്ങളുടെ സഞ്ചാര പാതേനെ പറയുന്ന പേരാണ് എന്ത്, റിഫ്ലെക്സ് ആർക്ക്. നിങ്ങൾ എല്ലാവരും ഡോറയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഡോറയിൽ എങ്ങനെയാ വഴി പറഞ്ഞു കൊടുക്കാറ്, കാട്, മല, പാലം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേ വഴി പറഞ്ഞു കൊടുക്കാറ്. അതേപോലെ നമ്മൾ ഈ റിഫ്ലെക്സ് ആർക്കും പഠിക്കാം. എങ്ങനെയാണ്, ഉദ്ദീപനം എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റിമുലസ് ആണ്, പുറമേ നിന്നുള്ള ഒരു സ്റ്റിമുലസ് ആണ്. അതിനെ ഗ്രാഹി കോശങ്ങൾ റിസീവ് ചെയ്യുന്നു. ഗ്രാഹി കോശങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ സന്ദേശങ്ങളാക്കി മാറ്റുന്നു, ആവേഗങ്ങളുടെ രൂപത്തിലാക്കുന്നു. ആ ആവേഗങ്ങളെ സംവേദനാഡി വഴി ഇന്റർ ന്യൂറോണിൽ എത്തുന്നു. ഇന്റർ ന്യൂറോൺ അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. പ്രതികരണ നിർദ്ദേശങ്ങളെ പ്രേരക നാഡി ഇന്റർ ന്യൂറോണിൽ നിന്ന് ബന്ധപ്പെട്ട പേശിയിലേക്ക് എത്തിക്കുന്നു. ബന്ധപ്പെട്ട പേശി എന്താണോ അവിടെ ആവശ്യമായിട്ടുള്ള പ്രതികരണം ആ പ്രതികരണം അവിടെ നടത്തുന്നു. ചൂടുള്ള വസ്തുവിനെ നമ്മൾ തൊടാൻ പോവാണ്, പെട്ടെന്ന് ചുട്ടു, അയ്യോ അമ്മയെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് കയ്യങ്ങ് വലിക്കും അല്ലെ. അപ്പൊ ബന്ധപ്പെട്ട പേശി ആരാണ്, ഈ കയ്യിലെ മസിൽസ് ആണ്. ആ കയ്യിലെ മസിൽസ് എന്ത് ചെയ്തു, പെട്ടെന്ന് എന്താണോ അവിടെ പ്രവർത്തനം നടക്കേണ്ടത് ആ കയ്യങ്ങ് വലിച്ചു. ഇത്രയാണ് എന്ത്, റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഉദ്ദീപനം, ഗ്രാഹി, സംവേദനാഡി, ഇന്റർ ന്യൂറോൺ, പ്രേരകനാഡി, ബന്ധപ്പെട്ട പേശി ആൻഡ് പ്രതികരണ പ്രവർത്തനം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സുഷുമ്നയാണ് മെയിൻ ആയിട്ടുള്ള കൺട്രോളിംഗ് ആളെന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, സുഷുമ്നയാണ്. ഇത്തരം റിഫ്ലെക്സുകളെ പറയുന്ന പേരാണ് സ്പൈനൽ റിഫ്ലെക്സുകൾ. സുഷുമ്നയ്ക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും, സ്പൈനൽ കോഡ് എന്ന് പറയും. അപ്പൊ അതിനെ പറയുന്ന പേരാണ്, അത്തരം റിഫ്ലെക്സുകളെ പറയുന്ന പേരാണ് എന്ത്, സ്പൈനൽ റിഫ്ലെക്സുകൾ. ഇനി ഈ സ്പൈനൽ കോഡ് അല്ലാണ്ട്, സുഷുമ്ന അല്ലാണ്ട് സെറിബ്രവും ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാറുണ്ട്. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ പെട്ടെന്ന് ഈച്ച കണ്ണിക്ക് വരികയാണ്. അപ്പൊ നമ്മൾ കണ്ണിങ്ങനെ തുറന്നു വെച്ചിരിക്കുവോ, ഇല്ല അല്ലെ. കണ്ണ് പെട്ടെന്ന് എന്ത് ചെയ്യും, ഈച്ച നമ്മുടെ കണ്ണിക്ക് വരുന്നത് ജസ്റ്റ് കണ്ണങ്ങ് അടച്ചു വെക്കും. അങ്ങനത്തെ റിഫ്ലെക്സുകൾ, അല്ലെങ്കിൽ ഇപ്പോ കണ്ണിലേക്ക് ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോ കണ്ണടയ്ക്കുന്നത്, അത്തരം റിഫ്ലെക്സുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബ്രമാണ്. ആ സെറിബ്രം കൺട്രോൾ ചെയ്യുന്ന റിഫ്ലെക്സുകളെ പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലെക്സുകൾ. രണ്ട് ടൈപ്പ് റിഫ്ലെക്സുകളാണുള്ളത്. ഒന്നെന്താണ്, സ്പൈനൽ റിഫ്ലെക്സുകൾ, രണ്ടാമത്തെ എന്താ, സെറിബ്രൽ റിഫ്ലെക്സുകൾ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, റിഫ്ലെക്സ് പ്രവർത്തനത്തെ കുറിച്ച് പഠിച്ചു. നമ്മുടെ ശരീരത്തില് ബോധപൂർവം അല്ലാതെ ആകസ്മികമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് പറയും, റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയും. ഈ റിഫ്ലെക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ നമ്മൾ എന്ത് പറയും, റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയും. രണ്ട് ടൈപ്പ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങളാണുള്ളത്. ഒന്ന് സ്പൈനൽ റിഫ്ലെക്സ്, രണ്ടാമത്തെ സെറിബ്രൽ റിഫ്ലെക്സ്. അതിന് എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. ഇല്ലേ, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണം. താങ്ക് യു.